ശ്രീ ജലീൽ, നോക്കൂ, കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കോടതിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് പലതും അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന്. ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് ഇതിനൊക്കെ പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ്. അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണാതായ സംഭവത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്നാണ്. അങ്ങനെ പറഞ്ഞ മന്ത്രിയോട് ചോദിക്കാനുള്ളത്, അതായത് ദേവസ്വം ബോർഡ് പിന്നെന്തിനാണ്? നോക്കൂ, ഈ പീഠം എങ്ങനെ അവിടെ നിന്ന് അപ്രത്യക്ഷമായി? അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളികൾ, അത് സ്പെഷ്യൽ കമ്മീഷനാണ് കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. ഞാൻ അറിഞ്ഞിട്ടില്ല, ഇത് പുറത്തേക്ക് പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷനാണ് നൽകിയത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോടതി ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. നോക്കൂ, ദേവസ്വം ബോർഡ് അറിയുന്നില്ല എന്ന് പറയുന്നു, കൈമലർത്തുന്നു. ദേവസ്വം മന്ത്രി പറയുന്നു ഗൂഢാലോചനയാണ് എന്ന്. ഇതൊക്കെ ഭരിക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇവരറിയാതെ പുറത്തു പോകുന്നുണ്ടെങ്കിൽ പിന്നെ ആരെയാണ് പ്രതിക്കൂട്ടി നിർത്തേണ്ടത്? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവോട് കൂടി ഒരു കാര്യം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. അതായത് അയ്യപ്പ ഭഗവാനെ ആദ്യമായിട്ട് സ്തുതിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരള സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വിശിഷ്യ ദേവസ്വം പ്രസിഡന്റിനെയും കള്ളൻ എന്ന മുദ്ര കുത്തി വളഞ്ഞിട്ടാക്രമിക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം വേട്ടക്കാരുടെ മുമ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അടക്കമുള്ളവർ സംശുദ്ധരാണെന്നും ദേവസ്വം ബോർഡിന് കീഴിൽ ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ സുതാര്യമാണെന്നും അയ്യപ്പ ഭഗവാന്റെ ചൈതന്യം കൊണ്ട്, ശക്തി കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു ദിവസമാണെന്ന്. നമുക്കറിയാം ഇതിൻ്റെ പിന്നിലെ തന്ത്രങ്ങളും കഥകളും. ആഗോള അയ്യപ്പ സംഗമം കേരളത്തിൻ്റെ, ഇന്ത്യയുടെ അഭിമാനമായ ശബരിമലയുടെ യശസ് വാനോളം ഉയർത്തുന്നതിനും അവിടെ എത്തുന്ന 55 ലക്ഷം, അരക്കോടിയിലധികം വരുന്ന തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തികച്ചും സുതാര്യമായ നിലയിൽ പൊതുജന സേവനം എന്നുള്ള ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ, തീർത്ഥാടക സംരക്ഷണവും സേവനവും എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ സർക്കാർ ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏതൊക്കെയോ കരങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു നിഗൂഢമായ തന്ത്രം, ആ തന്ത്രം ഇന്ന് ഹൈക്കോടതി വിധിയോടുകൂടി പൊളിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ആദ്യമായിട്ട് അടിവരയിട്ട് പറയുന്നു, അയ്യപ്പ ഭഗവാന്റെ ശക്തിയാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. എന്താ ക്ലീൻ ചിറ്റ് കൊടുത്ത പോലെയാണ് ഇപ്പോൾ താങ്കൾ പറയുന്നത്. ഹൈക്കോടതി എങ്ങനെ ഇവരെ കുറ്റവിമുക്തരാക്കിയെന്നോ, ദേവസ്വം ബോർഡിനെ കുറ്റവിമുക്തരാക്കിയെന്നോ, എന്താണ് താങ്കൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ താങ്കൾ പറയുന്നത് തടസ്സപ്പെടുത്തേണ്ടെന്ന് വെച്ചാണ് ഞാൻ മാറി നിന്നത്. പക്ഷേ താങ്കളത് വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താണ് ഇന്നത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റൽ നിർബാധം നടക്കുന്നുണ്ട്. അത് സ്പെഷ്യൽ കമ്മീഷണർ ബോധിപ്പിച്ചു, കോടതിയെ ബോധിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയെ വെച്ച് അന്വേഷിപ്പിക്കുന്നത്. ഇവിടെ ദേവസ്വം ബോർഡല്ലേ പ്രതിക്കൂട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാ താങ്കൾ പറയുന്ന അയ്യപ്പൻ്റെ ചൈതന്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കള്ളന്മാർ പുറത്ത് വരുന്നത്? ഇത്തരത്തിൽ ഒരന്വേഷണത്തിന് ഹൈക്കോടതിയെ കൊണ്ട് ഉത്തരവ് ഇടിപ്പിച്ചതിന് പിന്നിലും ഒരുപക്ഷെ അയ്യപ്പൻ്റെ ചൈതന്യം തന്നെയാണ്, അയ്യപ്പൻ്റെ ശക്തിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ പ്രതിക്കൂട്ട് നിൽക്കുന്നത് ദേവസ്വം ബോർഡല്ലേ. ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം അവിടെയുണ്ട്. ആ സംവിധാനം അറിയാതെ സ്വർണ്ണപ്പാളികളും പീഠവും ഒക്കെ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? താങ്കൾ പറയുന്നു മറ്റ് ആരുടെയോ കരങ്ങൾ ഉണ്ട് ഇതിൻ്റെ പിറകിൽ എന്നൊക്കെ. ആരുടെ കരങ്ങളാണ് അത് പറ. തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാപകമായ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് താങ്കളും അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ദേഹം 2 സെറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്നും ഒരുപക്ഷെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല. അതിൽ ഒരു സെറ്റ് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സ്പോൺസർ എന്നുള്ള നിലയിൽ അറ്റകുറ്റപ്പണികൾക്കായി ഇത് കൊണ്ടുപോകാൻ, ഈ പീഠം പുറത്തേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കൈവശം വെച്ചത് മെയിൻ്റനൻസ് ചെയ്യാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ ലിഖിതമായ നിയമങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയ സ്പോൺസർ അദ്ദേഹം ഈ അയ്യപ്പന്
കാണിക്കയായിട്ട് കൊടുക്കുന്നതാണ്. അത് അയ്യപ്പൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ, അയ്യപ്പ സവിധത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അയ്യപ്പൻ്റെ സ്വകാര്യ സ്വത്തുക്കളാണ്. അതെങ്ങനെയാണ് തോന്നുമ്പോൾ സ്പോൺസർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത്? ഏത് ലിഖിത നിയമമാണ് അവിടെ ഉള്ളത്? സ്വാഭാവികമായി അഡ്വക്കേറ്റ് അനിൽ വെളിയിൽ എനിക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. അല്ലെ, അയ്യപ്പനിൽ വന്നു ചേരുന്ന സംഭാവനകൾ അല്ലെങ്കിൽ ഭക്തർ കാണിക്കയായിട്ട് സമർപ്പിക്കുന്നത്, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അയ്യപ്പൻ്റെ അല്ലേ? തോന്നുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഞാൻ പണ്ടിങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകാമെന്ന് പറയാൻ പറ്റുമോ? അല്ല, അയ്യപ്പ സന്നിധിയിലേക്ക് എത്തപ്പെടുന്ന കാണിക്ക കലാകാലങ്ങളിൽ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് ശ്രീ. ഒരു ഗിഫ്റ്റ് ഒരാൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഭഗവാന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചെടുക്കാൻ ആർക്കും അവകാശമില്ല. ഇദ്ദേഹത്തിന് എന്താണ് അതിന് യോഗ്യത? ഒരിക്കൽ കൊടുത്ത സാധനം ഞാൻ കൊണ്ട് നന്നായിക്കൊണ്ടുവരാം. കള്ളനെ കാവലേൽപ്പിക്കുന്ന പരിപാടി എവിടെയാണുള്ളത്? ശ്രീ LDFന്റെ പ്രതിനിധി ഒന്ന് പറയൂ. അദ്ദേഹം കൊണ്ടുപോകുന്നു, വരുന്നു. ഇതൊക്കെ ചുമ്മാതുള്ള തട്ടിപ്പാണ്. കള്ളൻ കപ്പലിലല്ല, കപ്പലുകൾ നിറച്ച് കള്ളന്മാരാണ്. ദേവസ്വം ബോർഡിന്റെ കൃത്യമായ നിയമാവലിയിൽ അത് പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് താങ്കളുടെ അജ്ഞതയാണോ മനഃപൂർവ്വം അജ്ഞത നടിക്കുവാണോ? എനിക്കൊരു കാര്യം, താങ്കൾ ആ ദേവസ്വത്തിന്റെ നിയമാവലി ഒന്ന് എന്നെ ഒന്ന് കാണിക്കൂ, ആ സെക്ഷൻ ഒന്ന് വായിച്ചു. അല്ല, അതിപ്പോ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് കാണിക്കാൻ ഞാൻ അത്തരം ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു നിയമവിദഗ്ധനല്ല. ഞാൻ അത്തരത്തിലൊരു നിയമവിദഗ്ധനല്ല. 1950 നിയമം താങ്കൾ കണ്ടിട്ടില്ല സുഹൃത്തെ. ഈ കേരളത്തിൽ അത് കിട്ടാൻ ലഭ്യമല്ല. പിന്നെ എവിടെ താങ്കൾ ഈ 50 നിയമം കണ്ടത്? ഒന്ന് പറയൂ. 10 വർഷക്കാലത്തേക്ക് ഇത് സ്പോൺസർ ചെയ്യുന്ന കക്ഷിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മെയിൻ്റനൻസ് ആവശ്യങ്ങൾക്ക് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നുണ്ട്, അനുശാസിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പോറ്റി കൊണ്ടുപോയത്. അത് ആരുടെ അനുമതി ഇല്ലാതെ കൊണ്ടുപോകാന്നാണോ? അല്ല, അത് കൊണ്ടുപോയല്ലോ. അത് കൊണ്ടുപോയത് അനുമതിയോടുകൂടി തന്നെയാണ്. ആരുടെ അനുമതിയോടുകൂടി? ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി. അതല്ലേ അല്ല, പക്ഷേ സ്പെഷ്യൽ കമ്മീഷണറും ദേവസ്വം കമ്മീഷണറൊക്കെ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നല്ലേ പറയുന്നത്. അല്ല, അതിനെ സംബന്ധിച്ച് കൃത്യമായൊരു മറുപടി ഇപ്പോൾ പറയാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. കാരണം അത് ദേവസ്വവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കേണ്ടതായ വിഷയം അതാണ് എന്ന് മാത്രമല്ല. ഒന്നുകൂടി പറയട്ടെ, ദേവസ്വത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഈ ശബരിമലയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ശബരിമലയിൽ അയ്യപ്പന് കാണിക്കയായിട്ട് ലഭിച്ചത് അയ്യപ്പൻ്റെ സ്വത്തുവകകളാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അത് ആരാണ് അനുമതി നൽകിയത്? അതിനുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിന് ആര് കൊടുത്തു? മാത്രമല്ല മറ്റൊരു കാര്യം കൂടി, ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ ആരാണ് തിരഞ്ഞെടുത്തത്? അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? അതൊക്കെ അറിയേണ്ടതല്ലേ? 54 ലക്ഷത്തോളം ഭക്തർ വരുന്ന സ്ഥലത്ത് കാണിക്ക അർപ്പിക്കുന്നതിനും സ്പോൺസർ ചെയ്യുന്നതിനുമൊക്കെ ഓരോ ആളുകളുടെയും സർട്ടിഫിക്കറ്റ് നോക്കാൻ ഒരു ദേവസ്വം ബോർഡിനെ കൊണ്ടും സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണിത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പം കൃത്യമായി കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട്. താങ്കൾ പോലും പറയുന്നത് സുതാര്യമാണോ ദേവസ്വം ബോർഡിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് കോടതി ചോദിച്ചിട്ടില്ല. അതും അന്വേഷിക്കേണ്ടതുണ്ട്. ദേവസ്വം ബോർഡ് പറയുന്നുണ്ടല്ലോ, സധൈര്യം അന്വേഷിക്കട്ടെ. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് സർക്കാർ. കാരണം ക്രമവിരുദ്ധമായി ശബരിമലയിൽ എന്തു നടക്കുന്നു, അല്ല ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എല്ലാ തലത്തിലും ശബരിമല അയ്യപ്പനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ എന്നുള്ള ആ ധാരണ പൊളിഞ്ഞതിനുള്ള ഈർഷ്യയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പമ്പയിൽ നമ്മൾ കണ്ടത്, ആഗോള അയ്യപ്പ സംഗമം. അല്ല, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന, കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിനെ പ്രതിനിധീകരിക്കുന്ന NSSും SNDPയും അടക്കമുള്ള സമൂഹങ്ങളെപ്പോലും ഒപ്പം നിർത്തുന്നതിൽ പരാജയപ്പെട്ടുപോയി. അതിൻ്റെ ഈർഷ്യ തീർക്കാൻ, അതിൻ്റെ ജാള്യത മറയ്ക്കാൻ ഇടതുപക്ഷ സർക്കാരിനെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെയോ അപകീർത്തിപ്പെടുത്തുകൊണ്ട് നിരന്തരം അജണ്ടകൾ മെയ്തതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് BJP ധരിക്കേണ്ട. കാരണം ഞാൻ ആദ്യം പറഞ്ഞതാണ്, അയ്യപ്പൻ്റെ ശക്തി ഒരു കാലവും മറച്ചു വെക്കപ്പെടുന്നതല്ല. അത് തെളിഞ്ഞു തന്നെ പുറത്തു പോയത് കള്ളക്കഥ എന്നാണോ താങ്കൾ പറയുന്നത്? ആരോ മെനഞ്ഞെടുത്ത കഥകളാണെന്നാണോ താങ്കൾ അവകാശപ്പെടുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പൊലിമ നശിപ്പിക്കുവാൻ വേണ്ടി നിഗൂഢമായ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. ഇവിടെ സത്യത്തിൽ BD സതീശനും BJP നേതാക്കളും മാപ്പ് പറയണം. കാരണം കള്ളനെ കൈയോടെ പിടികൂടിയിരിക്കുന്നു. എന്ത് പൊലിമയാണ് താങ്കൾ ഈ പൊലിമ എന്ന് ആവർത്തിച്ച് പറയുന്നത്? ഈ സംഭവത്തിൽ പൊളിഞ്ഞ ഒരു സമ്മേളനമല്ലേ അത്? ഒരു സംഗമമല്ലേ അത്? ഒരുപക്ഷെ ജലീലിന് അറിയില്ലായിരിക്കാം, പക്ഷേ അത് സംഘടിപ്പിച്ചവർക്ക് തന്നെ മനസ്സിലായി.
ആഗോള സംഗമത്തിന് കേരളീയ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയ സ്വീകാര്യത, വിശിഷ്യ അയ്യപ്പ ഭക്തന്മാരിൽ നിന്നും രാമജന്മഭൂമിയുടെ പേരിൽ മഹാഭൂരിപക്ഷത്തെ കബളിപ്പിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ നേടിയെടുത്ത ഒരു രാഷ്ട്രീയപരമായ മുന്നേറ്റം കേരളത്തിൽ അയ്യപ്പ സന്നിധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേടിയെടുക്കാമെന്നുള്ള ഒരു ധാരണ പൊളിഞ്ഞതിൽ കൃത്യമായ ജാള്യതയുണ്ട് എന്നുള്ളത് നിഷേധിച്ചിട്ട് കാര്യമില്ല. അതെ. കാരണം അത് NSSന്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, SNDPയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഇവർക്കൊന്നുമില്ലാത്ത അയ്യപ്പ ഭക്തിയൊക്കെ BJPക്ക് മാത്രം ഉണ്ടാകുന്നത് ആശ്ചര്യകരമാണ് എന്ന് മാത്രമല്ല ശബരിമല BJPക്ക് സ്വന്തമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എൻ്റെ 7ാമത്തെ വയസ്സിൽ പോയ സന്നിധാനമാണ്. താങ്കൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. BJPക്കാർക്ക് 2018 സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ് BJPക്കാർക്ക് അയ്യപ്പ സന്നിധാനത്തെക്കുറിച്ചൊക്കെ ഓർമ്മ വന്നത്. പക്ഷെ ഞങ്ങളൊക്കെ ഞാൻ പുനലൂർ മുതൽ ശബരിമല സന്നിധാനം വരെ മതമൈത്രിയുടെ ഒരു സങ്കേതമാണ് ഈ മണ്ഡലകാലം എന്ന് പറയുന്നത്. നിങ്ങൾ പോയി ഒന്ന് കാണണം. അവിടെ വ്യാപാരം ചെയ്യുന്നവർ, അവിടെ അയ്യപ്പ ഭക്തർക്ക് സേവനം ചെയ്യുന്നവരൊക്കെ ആരൊക്കെയാണെന്ന്. കേരളത്തെ പോലെയുള്ള ഒരു പുണ്യഭൂമിയിൽ നിങ്ങൾ കുറച്ച് ആളുകൾ രാഷ്ട്രീയ പ്രേരിതമായി എന്തെങ്കിലും അജണ്ടകൾ മെയ്താൽ അതൊക്കെ ഇതുപോലെ പൊളിഞ്ഞു വീഴുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി.